ഹായ് ഓൾ, വെൽക്കം ടു സെലക്ടപ്പ്. എൻ്റെ പേര് മുഹമ്മദ് സഫീർ. ബേസിക്കലി ഞാനൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും ഒപ്പം ഒരു അധ്യാപകനുമാണ്. ലേണിങ്ങിനെ പറ്റിയിട്ട് കുറേയധികം കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? എന്താണ് ലേണിംഗ്? പഠനം എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ധാരണയുണ്ട് എന്താണ് പഠനം, എന്തൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പഠിക്കാം എന്നൊക്കെയുള്ള കുറേയധികം കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് പഠിച്ചു വെച്ച കുറേയധികം കാര്യങ്ങൾക്കൊരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്ന കുറേയധികം ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരും തന്ന കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഇതെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ടീച്ചിങ് കരിയറിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്, ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവാൻ പാവ്ലോവ് ആണ്. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു തിയറിയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. ഒരുപക്ഷെ സൈക്കോളജിയിലും അതിനപ്പുറത്തേക്ക് നമ്മുടെ വേൾഡിൽ തന്നെയും ഒരു ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയ ഒരു റെവല്യൂഷണറി എന്നൊക്കെ പറയാവുന്ന ടൈപ്പ് ഓഫ് ഒരു ചേഞ്ച് കൊണ്ടുതന്ന ആളാണ് ബേസിക്കലി ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്നത്. റഷ്യക്കാരനായ ഒരു ഫിസിയോളജിസ്റ്റാണ്, നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആളാണ്. സോ ഇവാൻ പാവ്ലോവ് കൊണ്ടുവന്ന ബിഹേവിയറിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. സോ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തോറും എങ്ങനെയാണ് ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ സ്വഭാവം കാണിക്കുന്നത്, ഒരു വ്യക്തി ഒരു കാര്യം എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവ്ലോവ് ഒരു വളരെ അടിപൊളിയായ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സൈക്കോളജിക്കാർ ഒരു പക്ഷേ തമാശക്കെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവാൻ പാവ്ലോവ് പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരുന്നത് നോക്കിയിരുന്നിട്ടാണ് നോബൽ കൊണ്ടുപോയി എന്നുള്ളത്. ഇൻഫാക്റ്റ് അതൊരു തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ഇവാൻ പാവ്ലോവ് ചെയ്തതെന്നും ഇവാൻ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താണെന്നും അതിനെ തുടർന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാമെന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവാൻ പാവ്ലോവിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ പാവ്ലോവിൻ്റെ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇവാൻ പാവ്ലോവ് ബേസിക്കലി കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇതിന് പറയുന്നൊരു കാര്യം, ഒരു സ്റ്റിമുലസ്, ഒരു ഓർഗാനിസം ഒരു കാര്യം പഠിക്കുന്നത് ഒരു സ്റ്റിമുലസിനെ വേറൊരു സ്റ്റിമുലസുമായി കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്നാണ് ഇവാൻ പാവ്ലോവ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി ഇത് നമ്മൾ ഈ ഇമേജിലേക്കൊന്നും ഇപ്പോൾ നോക്കണ്ട, ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുന്നു, അല്ലെങ്കിൽ ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു, അവിടെ ഫുഡ് കുക്ക് ചെയ്യുന്നു. ആ മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കുമ്പോൾ നമ്മളറിയാതെ വായിൽ വെള്ളം വരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം സംഭവിക്കുന്നൊരു കാര്യമല്ലേ? ഈ ഒരു ഫിനോമിനൻ്റെ അടുത്ത് നിന്നാണ് ഇവാൻ പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് വേണ്ട ഒരു എക്സ്പെരിമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്, ഡോഗ്സിനെ കണ്ടപ്പോൾ ഡോഗ്സ് അവരുടെ ഫുഡ് ബോൺ പൗഡർ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വായിൽ വെള്ളം വരുന്നതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടാൽ മാത്രമേ വെള്ളം വരുള്ളൂ, വേറെ ഏതെങ്കിലും രീതിയിൽ ഡോഗിൻ്റെ വായിൽ നിന്ന് വെള്ളം കൊണ്ടുവരിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഡോഗിന് ഫുഡ്, അതായത് ഈ ബോൺ പൗഡർ കൊടുക്കുന്നതിന് മുൻപ് ഒരു ബെല്ല് റിങ് ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ഇത് ഒരു തവണയൊന്നുമല്ല, മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്തു, റിങ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, ഫുഡ് കൊടുത്തു. ഒന്നും രണ്ടും തവണയല്ല, പല തവണ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. ബേസിക്കലി ഈ ഒരു സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഇനി ആ ഇമേജിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഒരു ഡോഗിനെ കാണിച്ചിട്ടുണ്ട്. ഡോഗിൻ്റെ വായിലേക്ക് എന്തോ ഒരു സാധനം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു പാത്രം ഇരിപ്പുണ്ട്, ഇവിടെ കുറേ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ബേസിക്കലി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവാൻ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോഗിൻ്റെ അടുത്ത് ആദ്യം ഡോഗിൻ്റെ വായിലേക്ക് ജസ്റ്റ് ഒരു ബെല്ല് റിങ് ചെയ്തു, ബെല്ല് റിങ് ചെയ്യുന്നതിന് മുമ്പ് ഡോഗിൻ്റെ അടുക്കിലേക്ക് ബോൺ പൗഡർ സ്പ്രേ ചെയ്യുന്നു, ബോൺ പൗഡർ കൊടുക്കുന്നു. നമ്മുടെ ഡോഗിൻ്റെ വായിൽ നിന്ന് വെള്ളം വീഴാനായിട്ട് തുടങ്ങുന്നു. വെള്ളം സാധാരണ നമുക്ക് നല്ല കൊതിയൂറുന്ന ഭക്ഷണം കണ്ടാൽ കൊതിയൂറുക എന്ന് പറയുന്ന സെയിം സാധനം ഡോഗും ചെയ്യുന്നു. അടുത്തതായിട്ട് ഇദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ചാൽ, സാധാരണ ബോൺ പൗഡർ കൊടുത്തു, വെള്ളം വരുന്നു എന്നുള്ളതിന് ഒരു പടി കൂടെ മേലേക്ക് ഒരു ബെല്ല് റിങ് ചെയ്യുന്നു. ബെല്ല് റിങ് ചെയ്തതിന് ശേഷം ബോൺ പൗഡർ കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ ആദ്യം ബെല്ല് റിങ് ചെയ്യുന്നു, പ്ലസ് ബോൺ പൗഡർ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അപ്പോഴും ഈ സലൈവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഡോഗിൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാവ്ലോവ് ഒരു പരിപാടി ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോൺ പൗഡർ ഉണ്ടല്ലോ, ഇത് കൊടുക്കുന്നത് അങ്ങ് നിർത്തി, പകരം ബെല്ല് മാത്രം അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെല്ലേ ഉള്ളൂ, ബോൺ പൗഡർ ഇല്ല, നായയുടെ വായിൽ നിന്നും ആ പട്ടിയുടെ വായിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി, സലൈവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, സോ അപ്പോൾ ഡോഗ് എങ്ങനെ ഈ ഒരു റെസ്പോൺസ് കൊണ്ടുവന്നത്? ഡോഗ് നാച്ചുറലി ഒരു ബെല്ലിൻ്റെ സൗണ്ട് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ സലൈവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ
ഇവിടെ ഈ പറയുന്ന ബെല്ലിനെയും ബോൺ പൗഡറിനെയും കൂടി അസോസിയേറ്റ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? ആ നായയുടെ വായിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, സോ ഏറ്റവും അവസാനത്തെ സമയമായപ്പോഴേക്കും എന്ത് പറ്റി? ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും സലൈവ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന സമയത്ത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഗാനിസം ലേൺസ് ടു കണക്ട് വൺ സ്റ്റിമുലസ് വിത്ത് അനദർ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ആ സാധനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്. പാവ്ലോവിൻ്റെ മുന്നിലുള്ള ഡോഗ് ബോൺ പൗഡർ കാണുമ്പോൾ വായിൽ വെള്ളം കൊണ്ടുവരേണ്ടിയിരുന്ന ഡോഗ് ഇതിന് തൊട്ട് മുമ്പ് ഒരു സ്റ്റിമുലസ് ആയ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയപ്പോഴേക്കും സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ബേസിക്കലി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് ഈ ഡോഗ് സലൈവേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പഠിച്ചത്? എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്? ബോൺ പൗഡർ കണ്ടിട്ടാണോ അത് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അവസാനമായപ്പോഴേക്കും? അല്ല, മറിച്ച് ജസ്റ്റ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ലേണിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇവിടെ നടന്നത്, മുൻപ് പ്രീവിയസ്ലി ന്യൂട്രൽ ആയിരുന്ന ഒരു സ്റ്റിമുലസ് ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് കാണിച്ചു. എന്ത് ചെയ്തപ്പോൾ? റിപ്പീറ്റഡ് പെയറിങ്, പിന്നെയും 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 പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? മുൻപ് ന്യൂട്രൽ ആയിരുന്ന ഒരു സ്റ്റിമുലസിൻ്റെ അടുത്തേക്ക് ഒരു റെസ്പോൺസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാണ് ബേസിക്കലി ഇവാൻ പൗലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്. ഇനി സിംപ്ലി ഞാൻ ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നു. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഒരു ഇൻഡെപ്ത് കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മളുടെ ഫോക്കസ് ഇവിടെ ഇവാൻ പൗലോവ് എന്ത് എക്സ്പെരിമെൻറ്റ് കൊണ്ടുവന്നു എന്നുള്ളത് പഠിക്കലല്ല, ഇതിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനകത്താണ്, അല്ലേ? അപ്പോൾ മിക്കവാറും ചോദ്യപേപ്പറുകളിലും ഞാൻ ഈ പറഞ്ഞ ക്ലാസിക്കൽ കണ്ടീഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പെരിമെൻറ്റ് മാത്രം അറിഞ്ഞെന്നുള്ളതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എന്തൊക്കെ രീതിയിൽ ചോദ്യം വരും, ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് ചോദ്യം വരുന്നതിൻ്റെ ആംഗിളിൽ എങ്ങനെ പഠിച്ച് വെക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം ടേംസ് ഉണ്ട്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്, ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞൊരു 5-6 ടേംസ്, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഈ പറഞ്ഞ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ UCS ഏതാണെന്ന് ചോദിച്ചിട്ടും UCR ഏതാണെന്ന് ചോദിച്ചിട്ടും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഏതാണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഏതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഞാൻ എപ്പോഴും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഞാൻ UCS എന്നേ പറയാവുള്ളൂ. അപ്പോൾ പകുതിക്ക് ഉറങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുണർന്നിരിക്കുക, UCS എന്ന് കേൾക്കുമ്പോൾ വേറൊന്നും വിചാരിക്കരുത്. ഓക്കെ, UCS ഈസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഇവിടെ ഉണ്ടാകാവുന്ന ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റിമുലസ് ആണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഒരു കണ്ടീഷനും ഇല്ല. അത് നമ്മൾ KFCയുടെ ഫ്രണ്ടിൽ കൂടെ പോയാൽ KFC ആകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് ആകുന്ന, ഐസ്ക്രീം ആകുന്ന, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസ് തരാൻ പറ്റുന്ന എന്ത് സാധനത്തിനെയും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ്? ഫുഡാണ്. ഇനി അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, ഒരു കണ്ടീഷനും ഇല്ലാത്ത റെസ്പോൺസ്, അതിനെ നമുക്ക് UCR എന്ന് വിളിക്കാം. UCS കഴിഞ്ഞാൽ അടുത്ത ടേമാണ് UCR എന്ന് പറയുന്നത്. ഓക്കെ, അൺലേൺഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഏത്? UCS ഉണ്ടല്ലോ, UCSനോട് നമ്മൾ പഠിക്കുകയൊന്നുമില്ലാത്ത നാച്ചുറലി ഉണ്ടായി വരുന്ന റെസ്പോൺസ് ആണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുന്നു, KFCയുടെ മണം കേൾക്കാൻ പറ്റാറില്ല, എന്നാൽ പോലും നമ്മളൊരു മാളിൽ പോകുന്നു, അവിടെ ഏതെങ്കിലും ഒരു ഫുഡ് ജോയിൻറ്റിൽ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന മണം കേട്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായി വെള്ളം വരും. ദാറ്റ് ഈസ് UCR. ഫുഡ് മുന്നിൽ കണ്ടാൽ ഓർക്കുക അത് UCS ആണ്. വെള്ളം വന്നാൽ വിചാരിക്കുക അത് UCR ആണ്. സലൈവേഷൻഡ് ഫുഡ് ഈസ് വാട്ട്? UCR, അതായത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. സെറ്റല്ലേ? ഇനി ന്യൂട്രൽ ആയിട്ടുള്ളൊരു സ്റ്റിമുലസ്. ഇവാൻ പാവ്ലോവിൻ്റെ കണ്ടീഷനിങ്ങിൽ, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടിരുന്ന എന്താണെന്നറിയുമോ? ലൈക്ക് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ട്, ന്യൂട്രൽ. പ്രത്യേകിച്ച് ഒന്നും കഴിവൊന്നുമില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഒരു കഴിവില്ല, അതൊരു മൂലക്കിരിക്കുന്ന സ്റ്റിമുലസ് ആണ് ന്യൂട്രൽ സ്റ്റിമുലസ്. ഇവിടെ ഇവാൻ പൗലോവ് ഒരു ബെല്ല് റിങ് ചെയ്യിച്ചു. ബെല്ല് റിങ് ചെയ്യിച്ചിട്ടാണ് ഡോഗിൻ്റെ അടുത്തേക്ക് എന്ത് കൊടുത്തത്? ബോൺ പൗഡർ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ സെയിം സെനാരിയോ നിങ്ങളാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈവശം ഈ കൊട്ടാനായിട്ട് മണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ബെല്ലിൻ്റെ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല.
പക്ഷേ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതിന് പകരം, ഫുഡ് കൊടുക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്നതിന് പകരം നിങ്ങൾ ടോർച്ച് അടിച്ചാൽ ആ ടോർച്ചിൻ്റെ ലൈറ്റ് എന്തായിട്ട് മാറും? ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ട് മാറും. ഓക്കെ, അത് പാവ്ലോവിൻ്റെ കണ്ടീഷനിങ് വന്നപ്പോൾ ബെല്ലിൻ്റെ സൗണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. സോ പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസും തന്നെ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്റ്റിമുലസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് വിളിക്കാം. അപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അത് നമ്മുടെ ഫുഡാണ്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, നമ്മൾ ആ പർട്ടിക്കുലർ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിലുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സംഭവിക്കുന്ന റെസ്പോൺസ് ആണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ദാറ്റ് ഈസ് ഫുഡ് കണ്ടാൽ നമ്മുടെ വായി വെള്ളം വരും എന്നുള്ള കാര്യം. മൂന്നാമത്തത് ന്യൂട്രൽ സ്റ്റിമുലസ്. ഈ 2 സ്റ്റിമുലസായിട്ട് യാതൊരു ബന്ധവുമില്ല, വേണമെങ്കിൽ ഭാവിയിൽ അസോസിയേറ്റ് ചെയ്യിക്കാവുന്നതായ ഒന്ന്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഈ സ്റ്റിമുലസ് ന്യൂട്രൽ ആയിരുന്നു. ഓക്കെ, പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞ നേരത്തെ ന്യൂട്രൽ ആയിരുന്ന ആ ഒരു സ്റ്റിമുലസിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ, ന്യൂട്രൽ സ്റ്റിമുലസ് ഉണ്ട്, ഈ ന്യൂട്രൽ സ്റ്റിമുലസിൻ്റെ കൂടെ ഈ ന്യൂട്രൽ സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്താൽ ഇതെന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബെല്ലുണ്ടല്ലോ, ബെല്ലും ആ ബെല്ലിനെ എന്തുമായിട്ട് പെയർ ചെയ്തു? ഫുഡുമായിട്ട് പെയർ ചെയ്തു. ബെല്ലടിക്കുന്നു, ബോൺ പൗഡർ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നു, വായിൽ വെള്ളം വരുന്നു. സോ ബെല്ലിന് സ്വന്തമായിട്ട് കഴിവുണ്ടോ? ഇല്ല. അതെപ്പോഴാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയത്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയ ഫുഡിൻ്റോടൊപ്പം അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ബെല്ല് വരുന്നുണ്ട്, ഈ ബെല്ല് ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്തായി മാറുന്നത്? ഇതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് മാറുന്നത്. സോ ഫുഡുമായി അസോസിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റിമുലസിനെ പറയുന്ന പേരാണെന്ത്? കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നുള്ളത്. ഓക്കെ, ഇനി കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ട്. ഇത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ടീഷൻഡ് റെസ്പോൺസ്, അതായത് ഒരു 10 50 തവണ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. ഇങ്ങനെ കിട്ടി കുറേ കഴിഞ്ഞപ്പോൾ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നില്ല, തന്നെ വായിൽ സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദാറ്റ് ഈസ് കണ്ടീഷൻഡ് റെസ്പോൺസ്. ഡോഗ് വിചാരിക്കുകയാണ് ഓക്കെ കുറേ കഴിയുമ്പോൾ ഫുഡ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് കണ്ടീഷൻഡ് റെസ്പോൺസ് അഥവാ CR. ഫുട്ബോൾ ഫാൻസ് ഉണ്ടെങ്കിൽ CR7 എന്ന് വിചാരിക്കും. ആ CR7 ഇവിടെ എടുക്കണ്ട, CR എന്ന് വെച്ചാൽ മതി. സോ ദാറ്റ് ഈസ് സലൈവേഷൻ ടു ബെൽ സൗണ്ട്. ബെല്ലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാവ്ലോവിനെ വെച്ച് ഞാൻ കുറേ നേരമായിട്ട് എക്സാമ്പിൾ പറഞ്ഞു നടക്കുകയാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമുണ്ട്. കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് ആണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് സ്കൂളുമായിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ലഞ്ച് ബ്രേക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. ലഞ്ച് ബ്രേക്ക് നമുക്ക് പണ്ട് കുഞ്ഞിലെ നമ്മൾ സ്കൂളിൽ പോയിരുന്നപ്പോൾ സമയത്ത് നമ്മൾ നിർബന്ധിച്ചൊക്കെ ഫുഡ് തരുന്നുണ്ട്. കുറേ നാൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉച്ചക്കലത്തെ ബെല്ലടിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വിശക്കാൻ തുടങ്ങും, ഫുഡ് കഴിക്കണമെന്നൊരു ത്വര വരും. ഇപ്പോൾ കണക്റ്റായോ? ഇപ്പോൾ കത്തിയോ? നമ്മുടെ ലൈഫിൽ സ്ഥിരം നടക്കുന്ന, ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. എങ്ങനെയാണെന്നറിയില്ല, ഒരുപക്ഷെ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെയുള്ള ആൾക്കാർ പറയുന്നേക്കും, എങ്ങനെയാണെന്നറിയില്ല ഒരു 12:30 1 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. ഇത്രയും വർഷമായിട്ടും ഈ പറഞ്ഞ കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും അൺകണ്ടീഷൻഡ് റെസ്പോൺസും ഒക്കെ അവിടെ വർക്കായിട്ടാണ് ഈ ഒരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. UCS എന്താണെന്ന് അറിയണം, UCR എന്താണെന്ന് അറിയണം, ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണെന്ന് അറിയണം, CS കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണെന്ന് അറിയണം, CR കണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ് എന്നുള്ള കാര്യവും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം പെർഫെക്റ്റായി മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. ഇതെന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റ്. ഓക്കെ, ദെൻ കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള കണ്ടീഷൻ എന്താണ്, അതെന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരത്തെ ഫുഡ് എന്ന് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഞാൻ പറഞ്ഞ പോലെ ഫുഡ് കണ്ടാൽ നമ്മുടെ വായി വെള്ളം വരും. ദാറ്റ്സ് ദ തിങ്. അപ്പോൾ UCS എന്താ? നമ്മൾ ഫുഡ് കാണുന്നു. UCR എന്താ? നമ്മുടെ വായിൽ നിന്ന് വെള്ളം വരുന്നു. സോ UCS ഈസ് ക്ലിയർ, UCR ഈസ് ക്ലിയർ. ന്യൂട്രൽ സ്റ്റിമുലസ് എന്താ? ഞാൻ നേരത്തെ ബെല്ലിൻ്റെ കാര്യം പറഞ്ഞു, ബെല്ലാകാം, ഇനി അതെല്ലാം ലൈറ്റ് അടിച്ചിട്ടാണെങ്കിൽ ലൈറ്റ് ആകാം. സോ ന്യൂട്രൽ റെസ്പോൺസ്, അതിന് യാതൊരുവിധ റെസ്പോൺസും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. ദിസ് ഈസ് ബിഫോർ കണ്ടീഷനിങ്. കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. രണ്ടാമത്തത്
ഡ്യൂറിങ് കണ്ടീഷൻ ചെയ്യുന്ന നടക്കുന്ന ആ സമയത്ത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നു? ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, സലൈവേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ബെല്ലും പ്ലസ് ഫുഡും കൂടെ എന്ത് സംഭവിച്ചു? അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്ത് സംഭവിച്ചു? അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ എന്ത് സംഭവിക്കുന്നു? അവിടെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, സലൈവേഷൻ അവിടെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. മൂന്നാമത്തതാണ് ആഫ്റ്റർ കണ്ടീഷനിങ്ങിന് ശേഷം എന്ത് സംഭവിക്കുന്നു? കണ്ടീഷനിങ്ങിന് ശേഷം ഈ ബെല്ല് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? സലൈവേഷൻ അഥവാ കണ്ടീഷൻഡ് റെസ്പോൺസ് അവിടെ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ ജസ്റ്റ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്ത് പറ്റുന്നു? സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സോ ചുരുക്കത്തിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഇത്രയും കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വ്യക്തി, ഒരു ഓർഗാനിസം ചില കാര്യങ്ങൾ പഠിക്കുന്നത് അസോസിയേഷൻ മൂലമാണ്. ചില സ്റ്റിമുലസുകളെ അസോസിയേറ്റ് ചെയ്യുന്നത് വഴിയാണെന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? ദെൻ ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കുറച്ച് ടേംസ് ഉണ്ട്. കുറച്ച് ടേംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു തിയററ്റിക്കൽ ലെവലിൽ നിന്നും നമ്മളൊരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലാസ് റൂമിലും നമുക്ക് ഡെയിലി ലൈഫിലും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. നമ്മൾ എന്തിനാ പല കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതാകട്ടെ, നമ്മൾ വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആകട്ടെ, കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആകട്ടെ, ഇതൊക്കെ എന്തിനാ ഇവർ ചെയ്യുന്നത്, എന്താ ഇവരിങ്ങനെ ചെയ്യുന്നതെന്നൊരു ചോദ്യം നമുക്കുണ്ടാവുമല്ലോ. നമ്മൾ ബേസിക്കലി ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു ആൻസർ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാധനമാണ് അക്വിസിഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. ഈ അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ അക്വിസിഷനിൽ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂട്രലായ ഒരു സ്റ്റിമുലസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ആ ബെല്ലിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ആ ഫുഡിനെയും കൂടി റിപ്പീറ്റഡ്ലി പെയർ ചെയ്തുകൊണ്ടേയിരുന്നാൽ അവിടെ എന്ത് സംഭവിക്കുമെന്നറിയാവോ? പുതിയ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസും ഒരു കണ്ടീഷൻഡ് റെസ്പോൺസും അവിടെ ഉണ്ടാകും. അതായത് ബെല്ലും പെയറിങ്ങും കൂടെ ഉള്ളതുപോലെ തന്നെ ബെൽ പ്ലസ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ആ പെയറിങ് എന്തുമായിട്ട് സംഭവിക്കും? സലൈവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സുമായിട്ട് സിങ്കായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ന്യൂട്രലായിട്ടുള്ള സ്റ്റിമുലസ് ആയ ബെല്ലിൻ്റെ സൗണ്ടും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും കൂടി പെയർ ചെയ്താൽ എന്തിലേക്ക് നയിക്കും? CSCR, കണ്ടീഷൻഡ് സ്റ്റിമുലസ് കണ്ടീഷൻഡ് റെസ്പോൺസ്, അത് തമ്മിലൊരു ലിങ്ക് അവിടെ ഫോം ചെയ്യും. ഓക്കെ, സോ ഇവിടെ പറയേണ്ട ഒരു കാര്യം, അക്വിസിഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പെയറിങ് നടന്നാൽ കൂടുതൽ ലേണിംഗ്, അവിടെ സ്ട്രോങ്ങർ ആയിരിക്കും ലേണിംഗ് എന്ന് പറയുന്നത്. എത്ര തവണ ഈ പറയുന്ന പെയറിങ് നടക്കുന്നോ അത്രയും സ്ട്രോങ്ങർ ആയിരിക്കും ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, നമ്മളൊരു 3 വർഷം സ്കൂളിൽ കണ്ടിന്യൂസ്ലി പഠിപ്പിക്കാൻ പോയി. ഉച്ചയ്ക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ടൈം ആകുന്നു ഫുഡ് കഴിക്കുന്നു എന്ന് പറയുന്നൊരു സാധനം എടുത്തു, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങുന്നു. ഇവിടെ 3 കാര്യമാണ്. സ്കൂളിൽ ബെല്ലടിക്കുന്നു, അപ്പോൾ നമുക്ക് എന്ത് കഴിക്കുന്നു? ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ഫുഡ് കഴിക്കണം, നമുക്ക് വിശക്കാൻ തുടങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വായിലേക്ക് വെള്ളം വരുന്നു. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു കണ്ടീഷൻ. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിളിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3 വർഷം പഠിപ്പിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയറിങ് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും? ഇതിനേക്കാൾ എത്രയോ ടൈംസ് ആയിരിക്കും നിങ്ങളൊരു 25 വർഷത്തെ സർവീസിന് ശേഷം ഇറങ്ങിക്കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ, ആ ഒരു റിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകുക. ദാറ്റ് മീൻ അത്രയും വർഷം പെയറിങ് നടന്നതിൻ്റെ അത്രയും സ്ട്രോങ് ആയിരിക്കും ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് അക്വിസിഷനിൽ പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയും. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്ലി നമുക്ക് പ്രസൻറ്റഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക, വിത്തൗട്ട് UCS, അതായത് ഫുഡ് ഇല്ലാതെ ഈ പറയുന്ന കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ഇങ്ങനെ ബെല്ല് മാത്രം റിങ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. കണ്ടീഷൻഡ് റെസ്പോൺസ്, അതായത് ആ വായിലേക്ക് സലൈവ വരിക എന്ന് പറഞ്ഞൊരു സാധനം തന്നെ താഴ്ന്നു വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് ബെല്ല് അടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നില്ല. ഇനീഷ്യലി ഡോഗ് പഠിച്ചല്ലോ, ബെല്ലടിച്ചാൽ ഫുഡ് വരുന്ന ഡോഗ് പഠിച്ചതിന് ശേഷം ഫുഡ് കൊടുക്കുന്നില്ല എന്ന് വെച്ചു ഒരു 10 തവണ. ഈ 50 തവണ പാവ്ലോവ് എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു. ഒരു 50 ടൈംസ് ചെയ്തതിന് ശേഷം 51ാമത്തെ തവണ തൊട്ട് 60ാമത്തെ തവണ വരെ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 60ാമത്തെ തവണ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ പറയുന്ന സ്റ്റിമുലസ് സലൈവേറ്റ് ചെയ്യുന്നത് പതിയെ താഴാൻ വേണ്ടിയിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ കഴിഞ്ഞ ശേഷം
വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് ബെല്ലിൻ്റെ സൗണ്ട് ഒരു വർഷത്തോളം നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ 12:30 ആകുമ്പോൾ അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ ബെല്ലടിക്കുന്ന സമയമാകുന്നു, വിശക്കുന്നു, നമ്മൾ വിശക്കുന്നില്ല എന്നൊരു കണ്ടീഷനിലേക്ക് പതിയെ നമ്മൾ മാറി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. കുറേ കഴിയുമ്പോഴത്തേക്കും ആ സാധനം എക്സ്റ്റിങ്ക്റ്റ്, ആ ഒരു വിശപ്പ് ആ സമയത്ത് വരുന്നത് എന്ത് ചെയ്യും? എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അടുത്തതാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയും. എന്താണ് ഈ സ്പോണ്ടേനിയസ് റിക്കവറി നമുക്ക് നോക്കാം. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിക്കവറി പേരിൽ തന്നെയുണ്ട്. സ്പോണ്ടേനിയസ്, വളരെ പെട്ടെന്ന് തന്നെ എന്ത് പറ്റും? തിരിച്ചെടുക്കാനായിട്ട് ആ ഒരു റിക്കവറി ഫേസിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റുന്നതിനാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. ആഫ്റ്റർ എക്സ്റ്റിങ്ഷൻ, അതായത് ഈ പറയുന്ന നമ്മൾ ഈ ബെല്ലടിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കാതിരിക്കുന്നു, കുറേ കഴിയുമ്പോഴത്തേക്കും അത് ഗ്രാജുവലി റെഡ്യൂസ് ആയി വരുമെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം അങ്ങനെ ബെല്ലടിച്ചാൽ സലൈവേറ്റ് ചെയ്യുന്നില്ല എന്നൊരു കണ്ടീഷനിലേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻഡ് റെസ്പോൺസ്, അതായത് സലൈവേഷൻ സ്റ്റാർട്ട് ചെയ്യും. എപ്പോൾ? ആ ഒരു റെസ്റ്റ് പീരീഡിന് ശേഷം മേ ബി റീഅപ്പിയർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ലൈക്ക് ഒരു തവണ, കുറേ തവണ ബെല്ലടിച്ച് ഫുഡ് കൊടുക്കാതിരിക്കുന്നതിൻ്റെ സമയത്ത് ഇടയ്ക്കൊന്നും കൂടെ ഒരു തവണ ബെല്ലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീണ്ടും പഴയതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സലൈവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്പോണ്ടേനിയസ് റിക്കവറി, ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി തീരെ ഇല്ല എന്നൊരു കണ്ടീഷനിലേക്ക് വന്നതിന് ശേഷം ഒരു തവണ കൂടെ ഫുഡ് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിൻ്റെ അർത്ഥം ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ സ്പോണ്ടേനിയസ് റിക്കവറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പഠിച്ചൊരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മായ്ച്ചു കളയാൻ പറ്റില്ല. വേണമെങ്കിൽ സപ്രസ് ചെയ്ത് വെക്കാനേ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. ജീവനുള്ളിടത്തോളം കാലം നമുക്ക് ആ സ്കില്ല് കളയാൻ പറ്റുമോ? ഇനി സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു എന്ന് പറഞ്ഞൊരു സ്കില്ല് ടു ദ എൻഡ്, നിങ്ങളുടെ 80ാമത്തെ വയസ്സിൽ സൈക്കിൾ ചവിട്ടാൻ ചിലപ്പോൾ കഴിവ് കുറച്ച് കുറഞ്ഞു എന്നിരിക്കുന്നു. മേ ബി അത്രയും എഫിഷ്യൻസിലി ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ബട്ട് യു നോ ഹൗ ടു ഡു ദാറ്റ് സൈക്ലിംഗ്. അതാണ് എന്തെന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന്. കുറേ നാൾ നിങ്ങൾ ചവിട്ടാതിരുന്നിരുന്നാൽ പോലും കുറേ കഴിയുമ്പോഴേക്കും അത് നിങ്ങൾ മറന്നൊന്നും പോകുന്നില്ല. ഒരവസരം കിട്ടിയാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ റെസ്പോൺസ് കാണിക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. അടുത്തതാണ് ജനറലൈസേഷൻ. എന്താണ് ജനറലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ സ്റ്റിമുലൈ ടു ദ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഓൾസോ എലിസിറ്റ് കണ്ടീഷൻഡ് റെസ്പോൺസ്. അതായത് സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലസ്, അതായത് കണ്ടീഷൻഡ് റെസ്പോൺസ്, അതായത് സലൈവ ഉണ്ടാകാൻ വേണ്ട സ്റ്റിമുലസ്, അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ബെല്ലടിക്കുന്ന സാധനം, അതിൻ്റെ സിമിലർ സാധനം കൊടുത്താലും എന്ത് സംഭവിക്കും? ഈ സലൈവേഷൻസ് നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ജനറലൈസേഷനിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെ നമ്മുടെ പാവ്ലോവ് ഒരു സാധാരണ നമ്മുടെ ഈ വീട്ടിലൊക്കെ തൂക്കിയിടുന്ന ബെല്ലാണ് റിങ് ചെയ്തതെന്ന് വിചാരിച്ചു. ഇനി ആ ബെല്ല് മാറ്റിയിട്ട് അതിൻ്റെ സിമിലറായ വേറെ ഏതെങ്കിലും ഒരു ബെല്ല്, അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ടിങ് ടിങ് സൗണ്ടുള്ള ബെല്ലായിരുന്നു. പുതിയതായിട്ടൊരു ബെല്ല് കൊണ്ടുവരുന്നു, അത് ജർമ്മനിയിൽ ഉണ്ടാക്കിയ ടോങ് ടോങ് എന്ന സൗണ്ടുള്ള ബെല്ലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ടിങ് ടിങ് എന്ന് പറഞ്ഞ ബെല്ലടിച്ചാൽ സലൈവ ഉണ്ടാകുന്നത് പോലെ തന്നെ ടോങ് ടോങ് എന്ന് പറഞ്ഞ ബെല്ലടിച്ചാലും സലൈവേഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് ജനറലൈസേഷൻ. കാരണം കൊടുത്ത സ്റ്റിമുലസ് സിമിലർ ആണ്. സോ ദാറ്റ് ഈസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. സോ സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഈ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് സിമിലറായിട്ടുള്ള സൗണ്ട്, സിമിലറായിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്താലും കണ്ടീഷൻഡ് റെസ്പോൺസ്, അതാ സലൈവേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ജനറലൈസേഷൻ എന്ന സിദ്ധാന്തത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷനിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗാനിസം ഒരു സിമിലർ സ്റ്റിമുലസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാകും ടിങ് ടിങ്ങും ടോങ് ടോങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു കാര്യം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ടൊക്കെ തുടങ്ങും. ഓക്കെ, സോ ആ സമയത്ത് ടിങ് ടിങ്ങിലാണ് ഫുഡ് കിട്ടുന്നത് എങ്കിൽ പിന്നെ കുറേ കഴിയുമ്പോൾ ടിങ് ടിങ്ങിൽ മാത്രമേ എന്ത് വരുള്ളൂ? സലൈവേഷൻ സംഭവിക്കുള്ളൂ. ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നു. സോ സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ. സോ ഇതൊക്കെയാണ് നമുക്കിവിടെ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. എനിവേ, ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിരുന്ന കുറച്ച് ഏരിയാസ് ഞാൻ പറഞ്ഞു. ഇതും നമ്മൾ എന്ത് ചെയ്യണം? എന്നാലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. ഓക്കെ, ഇനി അടുത്തതാണ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, നമുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ചാൻസ് ഉള്ള മറ്റൊരു ഏരിയയാണ് ടൈപ്സ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്.
ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ പല ടൈപ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം ഇത്രയും കാര്യം സെറ്റല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇത് വാച്ച് ചെയ്യുക. ഓക്കെ, മനസ്സിലായെങ്കിൽ മാത്രം, അല്ലെങ്കിൽ മടുത്തു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. കുറച്ച് സമയത്തിന് ശേഷം മാത്രം അടുത്തത് കേൾക്കാൻ പോയാൽ മതി. അല്ലെങ്കിൽ മൊത്തം അവിയലായിട്ടിരിക്കും. അവിയൽ കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നും നേടാനില്ല ഇപ്പോൾ. ആ സ്ഥിതിക്ക് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ കം ബാക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആദ്യം പറയാൻ പോകുന്നൊരു കാര്യമാണ് ഡിലേയ്ഡ് കണ്ടീഷനിങ് എന്ന് പറയും. ഡിലേയ്ഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുക്കുക ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിരിക്കും. സോ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആദ്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കംസ് വൈൽ സി എസ് ഈസ് സ്റ്റിൽ പ്രസൻറ്റ്. അതായത് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ്, അതായത് നമ്മുടെ ഫുഡ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സി എസും യു സി ആറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാൻ തുടങ്ങും എന്നുള്ളത്. സോ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ എഴുതി വെച്ചേക്കാം ഫുഡ് എന്നുള്ള കാര്യം. സോ ഇവിടെ യൂസ് ചെയ്തത് അതാ ഫുഡ് കംസ് എന്തിൻ്റെ കൂടെ വരും? വൈൽ സി എസ് ഈസ് പ്രസൻറ്റ്. അതായത് ആ ബെല്ല് പെയർ ചെയ്തില്ലേ, ആ പെയറിങ്ങിൻ്റെ ഒപ്പവും എന്തിനും സ്റ്റില്ലായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഡിലേയ്ഡ് കണ്ടീഷനിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ട്രേസ് കണ്ടീഷനിങ് എന്ന് പറയും. ട്രേസ് കണ്ടീഷനിങ്ങിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽ സൗണ്ട് ഉണ്ടല്ലോ, ദെൻ ദ സി എസ്, ആ സി എസ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് ബിഫോർ എവിടെ? യു സി എസ് ബിഗിൻസ്. അതായത് ഫുഡ് നമ്മൾ കൊടുക്കുന്നതിന് മുൻപ് തന്നെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഒരു പെയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഒരു ടിങ് ടിങ് കേട്ടാൽ തന്നെ മതി അത് അതായത് ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സലൈവേഷൻ പ്രോസസ്സ്, ആ അസോസിയേഷൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സംഭവിച്ചിട്ടുണ്ടായിരിക്കും. വളരെ ഒരു മെമ്മറി ട്രേസിന് മാത്രം ഒരു തുള്ളിക്ക് എന്ത് ചെയ്താൽ മതി? കേട്ടാൽ മതിയാകും, അല്ലെങ്കിൽ അറിഞ്ഞാൽ മതിയാകും. ദാറ്റ് ഈസ് ട്രേസ് കണ്ടീഷനിങ് എന്ന് പറയും. അടുത്തതാണ് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ് എന്ന് പറയും. ഇവിടെ സി എസും, അതായത് നമ്മുടെ ഈ ബെല്ലിൻ്റെ സൗണ്ട്, ബെല്ലിൻ്റെ പെയറിങ്ങും അതേപോലെ തന്നെ ഫുഡും ഒന്നിച്ച് കൊടുക്കുന്നതിനാണ് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ബെല്ലിൻ്റെ സൗണ്ട്, പെയറിംഗ് സൗണ്ട് കൊടുക്കുന്നുണ്ട്. അലോങ് വിത്ത് ഫുഡ് കൊടുത്താൽ അതിനെ അറ്റ് എ ടൈം കണ്ടീഷനിങ് ചെയ്യുന്നതിനെയാണ് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് ബാക്ക്വേർഡ് കണ്ടീഷനിങ്. മറ്റേത് നമ്മൾ മുന്നിലേക്ക് പോയതിൻ്റെ നേരെ തിരിച്ചിട്ടാണ് വരിക. ഇവിടെ ആദ്യം കൊടുക്കുക എന്താണ്? യു സി എസ് ആണ്, അതായത് ഫുഡാണ് ആദ്യം കൊടുക്കുക. അതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ബെല്ല് കൊടുക്കുക. ഓക്കെ, ബാക്ക്വേർഡ് കണ്ടീഷനിങ്. ഡിലേയ്ഡ് കണ്ടീഷനിങ്ങിൽ അങ്ങനെ ആയിരുന്നില്ല. ആദ്യം നമ്മൾ സി എസ് ആണ് എടുത്തത്, ബെല്ല് പെയറിങ് ആദ്യം കൊടുത്തതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്? നമ്മൾ ഫുഡ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ തിരിച്ച് ആദ്യം ഫുഡ് കൊടുക്കുന്നു, പിന്നെ ബെല്ലടിക്കുന്നു. അങ്ങനെയാണ് പോവുക. ആദ്യം ഫുഡ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവിടെ സെലിവേഷൻ സംഭവിക്കുക. അതിനുശേഷം ബെല്ലടിച്ചാൽ എന്ത് ചെയ്യില്ല? അതൊരു മാറ്റർ ആകുന്നില്ല. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഡിലേയ്ഡ് കണ്ടീഷൻ ഡിലേ ചെയ്യിക്കുന്നുണ്ട്. ട്രേസ് കണ്ടീഷൻ ഒരു തരി മതി, ഒരു മെമ്മറി ട്രേസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് ട്രേസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ്. അറ്റ് എ ടൈം സി എസ് ആൻഡ് യു സി എസ് ഒന്നിച്ച് നടക്കുന്നതിനാണ് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്ന് പറയും. ആദ്യം യു സി എസ്, ആദ്യം ഫുഡ് കൊടുക്കുന്നു, ദെൻ അതിനുശേഷം ഈ പറഞ്ഞ ബെൽ റിങ് കൊടുത്തു പോകുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സെറ്റല്ലേ? ദെൻ ഈ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ട് കുറച്ചധികം പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആക്ച്വലി ചില ലോസ്, ചില നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പട്ടിയെ നമുക്ക് വിടാം, കുട്ടിയിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്തിനാണ് ഇവാൻ പാവ്ലോവ് ഇത്രയും കഷ്ടപ്പെട്ട് പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരുന്നതെന്ന് നോക്കിയിരുന്നത്? നമുക്ക് എന്തെങ്കിലും ഗുണം വേണ്ടേ? വെറുതെ നോബൽ കൊടുത്തെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിനെന്തെങ്കിലുമൊക്കെ ഒരു റീസൺ വേണ്ടേ? ഇനിയാണ് നമ്മൾ ആ കാര്യം ബേസിക്കലി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്ത് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചില ലോസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ആദ്യത്തേതാണ് ലോ ഓഫ് കണ്ടിഗ്യൂറ്റി, രണ്ടാമത്തത് ലോ ഓഫ് ഫ്രീക്വൻസി, മൂന്നാമത്തത് ലോ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, നാലാമത്തത് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന കുറച്ച് നിയമങ്ങളാണ്, ചില പ്രിൻസിപ്പിളുകളാണ് ഉള്ളത്. ആദ്യം എന്താണ് ഈ ലോ ഓഫ് കണ്ടിഗ്യൂറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസും അതേപോലെ തന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും, അതായത് നമ്മുടെ ബെല്ലിൻ്റെ പെയറിങ് ഉണ്ടല്ലോ, ബെല്ലും അതേപോലെ തന്നെ ഫുഡും എന്ത് ചെയ്യണം? മസ്റ്റ് ഒക്കെ ക്ലോസ് ടുഗദർ ഇൻ ടൈം, അറ്റ് എ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു കണ്ടിന്യൂസ് പാറ്റേണിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറ്റ് എ ടൈമിൽ നടക്കണം എന്നാണ് ലോ ഓഫ് കണ്ടിഗ്യൂറ്റിയിൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ലോ ഓഫ് ഫ്രീക്വൻസിയാണ്. ഈ ലോ ഓഫ് ഫ്രീക്വൻസിയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കൂടുതൽ പെയറിങ് നടന്നാൽ അത്രയും സ്ട്രോങ്ങർ ആകും കണ്ടീഷനിങ് എന്നാണ്. മോർ പെയറിങ്സ് ലെറ്റ്സ് ടു സ്ട്രോങ്ങർ കണ്ടീഷനിങ്. സ്വാഭാവികമായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പോലെ 25 വർഷം സർവീസ് ഉള്ള ഒരാൾക്ക് എത്രമാത്രം ഉച്ചക്കാലത്തെ ബെല്ലിൻ്റെ സാധനവും വിശപ്പും കൂടെ പെയർ ചെയ്തു, അത്രയും സ്ട്രോങ്ങർ, അത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അത്രയും കൂടുതൽ പെയറിങ് നടന്നുള്ളതായിട്ടായിരിക്കും അത്രയും സ്ട്രോങ്ങറായി വിശപ്പ് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. 1 വർഷം സർവീസ് ആയവർക്ക് അത്ര ആകണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്തതാണ് ലോ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൽ പറയുന്നത് നമ്മുടെ ഫുഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഫുഡ് ആക്ട് ആസ് എ റീഇൻഫോഴ്സ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ലേണിംഗ് ടു ഒക്കർ. ഒരു സെറ്റ് ഓഫ് ലേണിംഗ്, ഒരു കാര്യം പഠിക്കണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അൺകണ്ടീഷൻ സ്റ്റിമുലസ് ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ്, പല റീഇൻഫോഴ്സ്മെൻറ്റുകൾ എങ്ങനെ കൊടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം എന്തൊക്കെയാണ്, ലൈക്ക് നമ്മൾ റിവാർഡ് ആൻഡ് പണിഷ്മെൻ്റ് ഒക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. സോ അവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയുകയും ചെയ്യാം. സോ ഫുഡ് എന്തിന് കാരണമാകും? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്തിന് കാരണമാകും? ആ ഒരു ലേണിംഗ് ഒക്കർ ചെയ്യാനുള്ള ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് മാറുമെന്നാണ് ലോ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൽ പറയുന്നത്. അത്രയല്ലേ ഉള്ളൂ. നമ്മളെ നീ സൂപ്പറാണ്, അല്ലെങ്കിൽ പഠിച്ചാൽ നമുക്കൊരു പ്രൈസൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പഠിക്കില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അടുത്താണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവാൻ പാവ്ലോവിൻ്റെ ഈ പട്ടിക്ക് വയറിളക്കം പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ എക്സ്പെരിമെൻറ്റുമായിട്ട് ചെല്ലാൻ പോയി കഴിഞ്ഞാൽ നടപടിയാകുമോ? ഇല്ല. അതായത് ഏതൊരാളാണെങ്കിലും ഏതൊരു ഓർഗാനിസം ആണെങ്കിലും റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെഡി ആണെങ്കിൽ മാത്രമേ നമുക്ക് പോയി അവിടെ എന്തെങ്കിലും ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികൾ അവർക്ക് പഠിക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ നമ്മൾ പഠിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ അവിടെ കാര്യം എന്തായുള്ളൂ, നടക്കുള്ളൂ. സോ ഓർഗാനിസം മസ്റ്റ് ബി പ്രിപ്പേർഡ് ടു ലേൺ എന്നുള്ളതാണ് ലോ ഓഫ് റെഡിനെസ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പേഴ്സൺ, ഒരു കുട്ടി, ഒരു വ്യക്തിയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റെഡി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടത്താനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ.